Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗായ്സ്, അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക, പിന്നെ ലൈക്ക് അടിക്കുക, പിന്നെ കമൻറ്റ് അടിക്കുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അധികം ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗായ്സ്, ആദ്യത്തെ ടെക് ന്യൂസിലേക്ക് എടുക്കാല്ലേ. ആദ്യത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് വിവോന്റെ സൈഡിൽ നിന്നാണ്. വിവോ ഒരു പുതിയൊരു അഡാറ് സ്മാർട്ട് ഫോൺ മാർച്ചിൽ ഇറങ്ങാൻ പോവുകയാണ്. ഇതൊരു വിവോന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ സ്മാർട്ട് ഫോണും കൂടെയാണ് ഇറങ്ങാൻ പോകുന്നത്. ഇതിന്റെ മെയിൻ ഫോക്കസ് വിവോമാരുടെ ഈ ഒരു ഫോണിൽ ഇതൊരു ക്യാമറ സെൻട്രിക് ഫോണും കൂടെയാണ്. വിവോന്റെ X300 Ultra ആണ് മാർച്ചിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇതിൻ്റെ സ്പെക്കിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇത് സ്നാപ്ഡ്രാഗൻ്റെ 80 Lite Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. LPDDR5X റാം, UFS ആണെങ്കിൽ 4.1 വരും, പിന്നെ 7000 mAh ബാറ്ററി, പിന്നെ 6.8 ഇഞ്ചിൻ്റെ ബോയി LTPO അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്. അതായത് 120 Hz റിഫ്രഷ് റേറ്റ്, അത് അഡാപ്റ്റീവ്ലി നമുക്ക് റിഫ്രഷ് റേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പോരാത്തതിന് ഇത് 200 MP പ്രൈമറി ക്യാമറയാണ് വരുന്നത്, പിന്നെ 200 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും, പിന്നെ 5 MB മൾട്ടി സ്പെക്ട്രൽ സെൻസർ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. ഈ വിവോന്റെ X300 Ultraന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറയാൻ പോകുന്നത് ഇത് നൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ ഇവർ ഹൈലി ഇംപ്രൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ ദാറ്റ്സ് എ ഗ്രേറ്റ് സൈൻ ആണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി വിവോന്റെ സ്വന്തം ഒരു Q2 ചിപ്സെറ്റും കൂടെ ബിൽറ്റിനായിട്ട് വരാൻ പോകുന്നുണ്ട്. പിന്നെ പോരാത്തതിന് ഇതിൽ ബൈപ്പാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. വിവോ X200 Proയിലും ബൈപ്പാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവോ X300 Proയിലും ബൈപ്പാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വിവോൻ്റെ X300 Proയിലും ഈ ബൈപ്പാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മാർച്ച് വെയിറ്റ് ചെയ്യാം നമുക്ക് ഈ ഒരു ഫോണിന്. പിന്നെ ഇത് ഇന്ത്യൻ സെഗ്മെൻറ്റിൽ തീർച്ചയായിട്ടും ലോഞ്ച് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ചൈനീസ് സെഗ്മെൻറ്റ്, ചൈനീസ് റീജിയണിലും ചൈനീസ് രാജ്യത്തും ഈ സെഗ്മെൻറ്റ് ലോഞ്ച് ചെയ്യുന്നതാണ്. UAE-യിൽ ഇതെന്ന് ഇറങ്ങുമെന്നുള്ള തീരുമാനങ്ങളൊന്നും നമുക്കിതുവരെ ഒഫീഷ്യലായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെന്ന് UAE-യിൽ കിട്ടും എന്നുള്ള കാര്യം കൂടെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒരു പുതിയ ഒരു ടാബ്ലറ്റ് ഇറങ്ങാൻ പോകുന്നുണ്ട്. ബ്രേവ് ആർക്ക് എന്ന് പറയുന്ന ടാബ്ലറ്റാണ് ഇറങ്ങാൻ പോകുന്നത്. 35,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇത് 144 Hz റിഫ്രഷ് റേറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ഇത് ആമസോണിലാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഇത് 2.8K റെസൊല്യൂഷനൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ 14,500 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഇറങ്ങാവുന്നത്. പിന്നെ 12.9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, പിന്നെ LCD ഡിസ്പ്ലേ ആണ്. 144 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. പിന്നെ 2.8K റെസൊല്യൂഷനൊക്കെ സപ്പോർട്ട് ചെയ്യും. 35,000 രൂപയാണ് ഈ ഒരു പ്രൈസ് ടാഗ് ഇതിന് ഇട്ടിരിക്കുന്നത്. അതും മാത്രമല്ല, ഈ ഒരു ബ്രേവ് ആർക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡെസ്ക്ടോപ്പ് മോഡ് വരെ നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ 33 വാട്ട്സിൻ്റെ PD ചാർജിങ് ആണ് വരുന്നത്. പവർ ഡെലിവറി, ഈവൻ അത് നമുക്ക് ലാപ്ടോപ്പ് വരെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നിങ്ങളെ മുന്നിൽ എനിക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നിയത്. പിന്നെ ഇത് 12.9 ഇഞ്ചിൻ്റെ LCD സ്ക്രീൻ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ പ്രൈസും കാര്യങ്ങളും ഞാൻ ഇതിൽ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അടിയിലേക്ക് മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു അടിപൊളി ചിപ്സെറ്റും കൂടിയാണ്. പിന്നെ ഇത് സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് വരുന്നത് 35,000 രൂപയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നത്. ആമസോണിലാണ് വരാൻ പോകുന്നത്. ഈ മാസമാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എത്ര ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഓടിപ്പോയി ചാടി കയറി മേടിക്കുക തന്നെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓപ്പോൻ്റെ പുതിയൊരു സ്മാർട്ട് ഫോണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഓപ്പോ X9s എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ഇറങ്ങാൻ പോകുന്നത്. ഇതൊരു ചെറിയൊരു വേരിയൻറ്റും കൂടിയാണ്. ഇത് ഡിമെൻസിറ്റിൻ്റെ 9500S എന്ന് പറയുന്ന ചെറിയ ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റാണ്, പക്ഷെ എന്നാലും ഡിമെൻസിറ്റി 9500 കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ചെറിയ ഒരു പെർഫോമൻസ് കുറഞ്ഞ ഒരു ചിപ്സെറ്റാണ്. എന്നാലും ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റും കൂടിയാണ്. ഇത് 1.5K ആണ് റെസൊല്യൂഷന് സപ്പോർട്ട് ചെയ്യുന്നത്. LTPS ഡിസ്പ്ലേ ആണ്, LTPO ഡിസ്പ്ലേ അല്ല. 7000 mAh ആണ് ബാറ്ററി. പിന്നെ 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതും OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 7000 mAh ബാറ്ററി ഒക്കെയാണ് വരുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും ധൈര്യമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാം. ഓപ്പോൻ്റെ X9s എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിലുള്ള ഒരു സെഗ്മെൻറ്റ് സ്മാർട്ട് ഫോണും കൂടിയാണ് വരുന്നത്. പിന്നെ ഇത് LPDDR-ൻ്റെ 5x RAM ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ഇത് എൻ്റെ ഒരു പ്രതീക്ഷ അത് UFS ഒരു 3.2 ഒക്കെ ആവാനാണ് സാധ്യത, അല്ലെങ്കിൽ അതൊരു 4.0 ആയാലും ഇറ്റ്സ് ഓക്കെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. UFSൻ്റെ കാര്യത്തിൽ ഇതുവരെയായിട്ട് ഒരു തീരുമാനം അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ ഓപ്പോൻ്റെ X9s ഒന്നില്ലെങ്കിൽ എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് ഇതൊരു UFS ഒരു 3.1 ആവാനാണ് സാധ്യത, അല്ലെങ്കിൽ ഇതൊരു 4.0. ഏതർ വൈസ് വേഴ്സ ആണെങ്കിൽ പോലും ഇതൊരു വാല്യൂ ഫോർ മണി എന്നുള്ള രീതിയിൽ ഈ ഒരു ഫോൺ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ക്യാമറ മെഗാപിക്സലിൽ വരുമ്പോൾ ഒരു 200 മെഗാപിക്സലിലെ പ്രൈമറി ക്യാമറയും 200 മെഗാപിക്സലിലെ പെരിസ്കോപ്പിക് ക്യാമറയും 50 മെഗാപിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും പറയണ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോയിട്ട് എടുക്കാം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭിപ്രായപ്പെടാനുള്ളത്. റിയൽമിയുടെ കാര്യം എടുത്തൊന്നും പറയാനില്ല. വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് റിയൽമി പോകാൻ നിൽക്കുന്നത്. 2026 ആയി. ഇപ്പോൾ 2026 ഫെബ്രുവരി, ഇതിപ്പോൾ ഒരു 16ാമത്തെ ദിവസമായി. ഇപ്പോൾ പുതിയ അപ്ഡേറ്റും കൂടിയാണ് റിയൽമിയുടെ സൈഡിൽ നിന്ന് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയൽമി കുറേ സ്റ്റാഫുകളൊക്കെ അവർ ലേ ഔട്ട് ചെയ്യാൻ പോവാണ്. ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ ജോലിയിൽ നിന്നൊക്കെ പിരിച്ചു വിട്ടിരിക്കണം, അവരൊക്കെ ടെർമിനേഷൻ കൊടുത്തിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കട്ടിങ്ങാണ്. ഓപ്പോണ് ഈ ഒരു തീരുമാനം എടുത്തത്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജോലി പോയ ആൾക്കാർ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. വേറെ ജോലിക്ക് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് അഭിപ്രായപ്പെടാനുള്ളത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ റിയൽമിയുടെ സർവീസ് സെൻറ്റർ ഉണ്ടല്ലോ, അതിപ്പോൾ ഓപ്പോ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പോ ആയിരിക്കും ഇനി റിയൽമിയുടെ ഫോണുകളൊക്കെ സർവീസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിയൽമിയുടെ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അത് ഓപ്പോൻ്റെ കാണും. ഓപ്പോ എന്ന് പറയുന്നത് ഒരു വലിയ തന്തപ്പടിയാണ്. ആ തന്തപ്പടിയുടെ ഒരു ചെറിയൊരു മോനാണ് റിയൽമി. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ 2026 റിയൽമിക്ക് ഒരു കഷ്ടകാലപ്പെട്ട ഒരു തുടക്കമായിട്ടാണ് ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നത്. സാംസങ്ങിൻ്റെ ഗാലക്സി മറ്റേ S26 സീരീസിൻ്റെ ലൈവ് ഈവൻറ്റ് ഈ ഫെബ്രുവരി 25-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മുടെ S26, S26 പ്ലസ്, 26 അൾട്ര ഒക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. S26 അൾട്രയിൽ അവർ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 പവേർഡ് ബൈ സാംസങ് ചിപ്സെറ്റാണ് കൊണ്ടുവരാൻ പോകുന്നത്. അത് ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ വയർലെസ് ചാർജറിൻ്റെ കാര്യത്തിൽ ഒരു വലിയൊരു മാറ്റമുണ്ട്. വയർലെസ് ചാർജർ അവർ കൊണ്ടുവരാൻ പോകുന്നത് 25 വാട്ട്സിൻ്റെ വയർലെസ് ചാർജറാണ് ബോക്സിൻ്റെ ഫോണിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാൻ പോകുന്നത്. ബോക്സിൻ്റെ ഉള്ളിലല്ല, ഫോണിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാൻ പോകുന്നത്. അതും QI2 ടെക്നോളജി ചാർജർ വെച്ചിട്ടാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഈ QI2 ടെക്നോളജി ചാർജറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മാഗ്നറ്റും ഭയങ്കര സ്ട്രോങ് ആണ്. ഈവൻ നമ്മൾ തല കുത്തി മറിച്ചിട്ട് ഫോൺ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ, പവർ ബാങ്കിന് പിടിച്ചു കഴിഞ്ഞാൽ ഫോണ് വീഴില്ല. അതൊരു വലിയൊരു പ്രത്യേകതയും കൂടെയാണ്. ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ ബെൽക്കിന്, ആൻകർ പോലത്തെ കമ്പനികൾക്കൊക്കെ ഇപ്പോൾ 25 വാട്ട്സിൻ്റെ ഈ വയർലെസ് ചാർജർ 3-in-1 വയർലെസ് ചാർജറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പറയാനുള്ള ഒരു അപ്ഡേറ്റും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഗാലക്സി S26 അൾട്രക്ക് One UI-ൻ്റെ 8.5 പ്രിവസി ഓപ്ഷന് വരാൻ പോകുന്നുണ്ട്. എൻ്റെ കയ്യിൽ തീർച്ചയായിട്ടും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അവർ സ്ക്രീനിനൊക്കെ റീപ്ലേസ് ചെയ്യും എന്നൊക്കെയാണ് പറയണത് പ്രൈവസി. പക്ഷേ നമ്മുടെ പ്രൊമോട്ടർമാരൊന്നും ആ പരിപാടി ചെയ്യില്ല. പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യമാരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ ഈ സാംസങ്ങിൻ്റെ S26 അൾട്ര മേടിക്കുന്ന സമയത്ത് ആദ്യം തന്നെ പ്രൊമോട്ടർമാരോട് പറയുക, ആ പ്രൈവസി ഫീച്ചർ പറയണ്ട. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാർ ചിലപ്പോൾ അലഹോലങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ അടിയും പിടിയും ഒക്കെ ആവും. അതുകൊണ്ട് മിക്ക ആൾക്കാരും അത് മറച്ചു വെച്ചിട്ടായിരിക്കും കച്ചവടം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് സ്ക്രീൻ പ്രൊട്ടക്ടർ വിൽക്കാനുള്ള എല്ലാ സാധ്യതകളും 100% ഇപ്പോഴത്തെ നിലവിൽ നടക്കും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി S26 അൾട്രാൻ്റെ ഈ മാക്സേഫ് കവർ അടക്കം വരാൻ പോകുന്നുണ്ട്. ആ ആക്സസറീസിൻ്റെ ഫോട്ടോകളൊക്കെ ഇതിൽ വരുന്നുണ്ട്, പോയിട്ട് കാണാം. അല്ല നിങ്ങൾക്ക് തേർഡ് പാർട്ടിയാണ് വേണമെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി മേടിക്കാം, അല്ലെങ്കിൽ സാംസങ്ങിന് സ്വന്തമായിട്ട് തന്നെ ഇപ്പോൾ ഒരു മാക്സേഫിൻ്റെ കവറും കൂടെ
വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് തേർഡ് പാർട്ടി വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഒറിജിനൽ കവർ വേണോ എന്നുള്ളത്. പക്ഷെ മാക്സേഫ് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 25 വാട്ട്സിൻ്റെ QI2 ടെക്നോളജി മാക്സേഫ് ചാർജറാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ചാർജിങ് സ്പീഡ് അവർ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. 60 വാട്ട്സ് വരെ നമുക്ക് വയേർഡ് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത്. അപ്പോൾ സാംസങ്ങും ഈ 60 വാട്ട്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ബെൽക്കിനോ ആൻഗറോ ഗ്രീനോ ഒക്കെ നിങ്ങൾക്ക് 60 വാട്ട്സിൻ്റെ ചാർജർ വെച്ചിട്ടും സാംസങ് ഫോണിൽ ചാർജ് ചെയ്യാൻ പറ്റും. ബാറ്ററിൻ്റെ കാര്യത്തിലൊന്നും കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അറിവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഹുവാവിയുടെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. ഹുവാവിയുടെ പ്യൂറ X2 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണ് വരാൻ പോകുന്നുണ്ട്. ഇതൊരു ഫ്ലിപ്പ് ഫോണും കൂടിയാണ് ആദ്യം പറയാനുള്ളത്. ഇതൊരു 7.6 ഇഞ്ചിൻ്റെ ഇന്നർ സ്ക്രീൻ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഔട്ടർ സ്ക്രീൻ ആണെങ്കിൽ 5.5 ഇഞ്ചും പിന്നെ വൈഡ് ക്വാഡ് HD റെസൊല്യൂഷനൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്. പിന്നെ അതൊരു 20 GB റാം വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 1 TB സ്റ്റോറേജ് വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഇത് ഹാർമണി OSൻ്റെ 6.1 ആണ് വരുന്നത്. ഞാൻ ഈ ഹുവാവിൻ്റെ പ്യൂറ X ഫസ്റ്റ് ജനറേഷൻ ഒരു 2-3 ദിവസം മുന്നേ കണ്ടിരുന്നു. ഞാൻ കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. കാര്യമായിട്ടാണ് അത് ഇവിടെ ഇറങ്ങണില്ല. പക്ഷെ അത് ചൈനീസ് റീജിയനിൽ മാത്രമാണ് ഇറങ്ങുന്നത്. പക്ഷേ ഈ ഹുവാവയുടെ പ്യൂറ X2 എന്ന് പറയുന്ന സെക്കൻഡ് ജനറേഷൻ ഫോൺ ഉണ്ടല്ലോ, അത് ചൈനയിലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നിലവിൽ ചൈനയിൽ നിന്ന് ഫോണുകൾ മേടിച്ചിട്ട് അവർ എൻഹാൻസ് ചെയ്യാനും ഫീലിങ്ങും ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, ഈവൻ വലിയ വലിയ വ്ളോഗർമാരടക്കം വരെ ചൈനയിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ട്രൈ ചെയ്യാൻ ശ്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം. പക്ഷെ എനിക്ക് ഇപ്പം നിലവിൽ മേടിക്കാൻ ഒരു നിർവാഹമില്ല, പക്ഷെ അപ്ഡേറ്റ് പറയാനേ നിർവാഹമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്ഡേറ്റിൽ വെച്ചിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് മുന്നേ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇനി മാർച്ചിൽ റവന്യൂ കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ വലിയൊരു റീച്ചിലേക്ക് എത്തിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്ത്യൻ അപ്ഡേറ്റിലേക്ക് കടന്നാലോ. ഇന്ത്യൻ്റെ അപ്ഡേറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. AI-നെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടെയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ത്യ സ്വന്തമായിട്ട് ഒരു AI സംഭവം കൊണ്ടുവരാൻ പോകുന്നുണ്ട്. സർവവിഷൻ എന്നാണ് അതിൻ്റെ പേര്. ഈ സർവവിഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവന്മാർ ChatGPT-നെയും ജെമിനിനെയും വെല്ലുവിളിക്കുന്ന രീതികളിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരാൻ പോകുന്നത്. അത് നല്ലൊരു തീരുമാനമാണ്. കാരണം ഇന്ത്യ ഇതുവരെ ഏറ്റവും കോമ്പറ്റീഷൻ ചെയ്യാത്തൊരു മേഖലയാണ് AI-യിൽ. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ കുറച്ചും കൂടെ ഇവർ ടഫറാക്കാൻ പോവാണ്. യവന്മാർ ഇത് ടഫറാക്കുന്നത് എവിടെയെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ നമ്മുടെ ഡോക്യുമെന്റ് സ്കാനിങ്, ഡോക്യുമെന്റ്സ്, ലാംഗ്വേജ് ബാരിയർ ഒക്കെ വലിയൊരു പ്രശ്നമാണ്. കാരണം 22 ലാംഗ്വേജസ് ഈ ChatGPT-യിലും ജെമിനിയിലും ഇല്ലാത്ത ഒരു സാധനം ഈ സർവവിഷനിൽ കൊണ്ടുവരുന്നതിൽ എനിക്ക് നല്ലൊരു തീരുമാനമായിട്ടാണ് തോന്നിയത്. അതിൽ മലയാളമൊക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ 22 ലാംഗ്വേജ് അവർ കൊണ്ടുവരുന്നതിൽ എനിക്ക് നല്ലൊരു തീരുമാനമാണ് പറയാനുള്ളത്. ഇത് തീർച്ചയായിട്ടും ഇത് ChatGPT-നെ അല്ലെങ്കിൽ ജെമിനിനെ വെല്ലുവിളിക്കുന്ന രീതികളിൽ യവന്മാർ ഈ സർവവിഷൻ കൊടുന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൗണ്ട് ബ്രേക്കിംഗ് തിങ് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ കൊണ്ടുവരട്ടെ. ഇനി ഇതേപോലത്തെ ഒരുപാട് AI ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ ഇനി നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യം മുന്നോട്ട് കയറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓപ്പോൻ്റെ K14X എന്ന് പറയുന്ന 5G സ്മാർട്ട് ഫോണ് ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഫെബ്രുവരി 10 അതിൻ്റെ ലോഞ്ചിങ്. ഇതൊരു ബേസിക് റേഞ്ചിലുള്ള ഒരു സ്മാർട്ട് ഫോണും കൂടിയാണ്. ഡിമെൻസിറ്റിൻ്റെ 6300 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 45 വാട്ട്സിൻ്റെ സൂപ്പർ ബൂക്ക് ചാർജർ, പിന്നെ LPDDR4X റാം, UFS ആണെങ്കിൽ 2.2 6500 mAh ബാറ്ററി, പിന്നെ HD+ റെസൊല്യൂഷൻ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വെച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ ഞാൻ അടിയിൽ റിവീൽ ചെയ്യാം. പിന്നെ 2 വേരിയൻറ്റുകളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്.
4 GB റാം 128 GB സ്റ്റോറേജും 6 GB റാം 128 GB സ്റ്റോറേജും വെച്ചിട്ടാണ് ഈ ഓപ്പോൻ്റെ K14X 5G ഫോണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ആഗ്രഹമുള്ള ആൾക്കാർ പോയിട്ട് പേടിക്കാതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വാട്സാപ്പിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാർ, ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കമ്പ്യൂട്ടറിലേക്ക് നമുക്കിപ്പോൾ വാട്സാപ്പ് വെബ് പരമായിട്ട് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് വീഡിയോ കോളും ചെയ്യാം, വോയിസ് കോളും ചെയ്യാൻ പറ്റും. നല്ലൊരു അപ്ഡേറ്റാണ്, അടിപൊളി അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലായിട്ട്. ഇനി നിങ്ങൾ ഫോണിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്മാർട്ട് ഫോണിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ ഒരു ഇമേജിങ് എക്സ്പേർട്സ് ഉണ്ട്, നമ്മുടെ ഫോട്ടോഗ്രാഫി ഗ്രൂപ്പ് ഉണ്ട്. ആ ഫോട്ടോഗ്രാഫി ഗ്രൂപ്പിൽ ഞാൻ ഒരു ട്രയൽ ഔട്ട് ചെയ്തതാണ്. അതിൽ ട്രയൽ ഔട്ട് ചെയ്തപ്പോൾ അതിൽ വോയിസ് കോൾ ചെയ്യാനും പറ്റും, നമുക്ക് വീഡിയോ കോളും ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് കോൾ ചെയ്യണ സമയത്ത് വോയിസ് കോൾ ചെയ്യാൻ പറ്റണില്ല, പക്ഷേ നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ് ഈ ഒരു അപ്ഡേറ്റിന്. അതായത് ഏതർ വോയിസ് വെർസ, നമുക്ക് ഒന്നില്ലെങ്കിൽ വോയിസ് കോൾ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റുമായിട്ടാണ് വരേണ്ടത് വാട്സാപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേഷൻ ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇത് ഷെയർ ചെയ്യണം എന്ന് തോന്നി, ഞാൻ ഷെയർ ചെയ്തു. നിങ്ങളും ട്രൈ ചെയ്യുക. ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ രണ്ടും വൈസ് വെർസ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ആ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഒരാളെ നിങ്ങൾ കോൺടാക്റ്റിൽ സേവ് ചെയ്തതിന് ശേഷം ട്രൈ ചെയ്ത് നോക്ക്. ഈ വോയിസ് കോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരിത്, അല്ലെങ്കിൽ വീഡിയോ കോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്താം. പുതിയൊരു അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നത്തിങ്ങിൻ്റെ ഷോറൂം ഒരു ലൈവ് സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബാംഗ്ലൂരാണ് തുടങ്ങിയിട്ടുള്ളത്. നല്ലൊരു തീരുമാനം. ഈ മാസമാണ് അതിൻ്റെ ഓപ്പണിങ്. ബാംഗ്ലൂർ ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടെയാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നത്തിങ്ങിൻ്റെ 4A സീരീസ് മാർച്ച് 5 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ 4Aയും 4A Pro ആണ് ഇറങ്ങാൻ പോകുന്നത്. ക്യാമറയും സ്പെക്സും കാര്യങ്ങളൊക്കെ ഈക്വലാണ്, ഐഡൻറ്റിക്കലാണ്, വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. 4Aയിലും 4A Proയിലും സെയിം ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അതായത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 4 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ബാറ്ററിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. 5200 mAh ബാറ്ററിയും. UFS ആണെങ്കിൽ 3.1 ആണ്, അതും നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. LPDDR 4Xൻ്റെ റാം വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 50 വാട്ട്സിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 6.7 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ആണ്. കഴിഞ്ഞ വർഷം ഒരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അത് OLED ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ മറ്റേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ കളറുകളിലൊക്കെ കുറച്ച് കൂടുതൽ കളറുകളൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ ഡിസൈനും കാര്യങ്ങളും ഞാൻ ഇതിൽ ഇടാം. അപ്പോൾ പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 4Aയിലാണെങ്കിൽ നമുക്ക് ഈ പെരിസ്കോപ്പിക് ക്യാമറ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. 4A Proയിൽ പെരിസ്കോപ്പിക് ക്യാമറ ഉണ്ടാവും. പിന്നെ 4A Proയിൽ eSIM-ഉം സപ്പോർട്ട് ചെയ്യും. പക്ഷെ 4Aയിലേക്ക് വരുമ്പോൾ നമുക്ക് 2 ഫിസിക്കൽ സിം മാത്രമേ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ 256 GB 12 GB റാം വെച്ചിട്ടാണ് 4Aയും 4A Proവും ഇറങ്ങാൻ പോകുന്നത്. നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് വരാൻ പോകുന്നത്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് ഈ ഒരു ആപ്പ് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങളൊരു കമ്പ്യൂട്ടർ തുറക്കുക, എന്നിട്ട് നിങ്ങൾ ഗൂഗിൾ ബ്രൗസറിൽ പോവുക. ഗൂഗിൾ ബ്രൗസറിൽ പോയിട്ട് നത്തിങ്ങിൻ്റെ ഒരു ഇതുണ്ട്, ലിങ്ക് ഉണ്ട്, URL. ആ URL അടിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾക്ക് ഈ പ്രോംപ്റ്റിലേക്ക് വരും. എന്നിട്ട് നമുക്ക് അവിടെ പ്രോംപ്റ്റിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം എന്താണ് നമുക്ക് വേണ്ട പ്രോംപ്റ്റ്. അപ്പോൾ ഈ പ്രോംപ്റ്റിൽ കൂടെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു ഫിസിക്കൽ ഫിറ്റ്നസ് പരമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഇത്ര മണിക്ക് ഉറങ്ങണം, ഇത്ര മണിക്ക് എണിക്കണം, ഇത്ര വെള്ളം കുടിക്കണം, ഇത്ര ബോഡി മാസ് ഉണ്ടാവണം, ഇത്ര വെള്ളം സ്റ്റോറേജ് ഉണ്ടാവണം, എന്തായിരിക്കണം ബോണിൻ്റെ വെയിറ്റ്, എന്തായിരിക്കണം പെർഫോമൻസ് എന്നുള്ളതൊക്കെ നമുക്ക് പ്രോംപ്റ്റ് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാം. അത് മെസ്സേജ് ചെയ്തതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് അതൊരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക്
ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് എസെൻഷ്യൽ ആപ്പ് എന്നാണ് പേര്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇത്. പിന്നെ അത് മാത്രമല്ല, ഇനി ഇത് നിങ്ങൾ നത്തിങ് ഫോൺ 3 യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഗ്ലിഫ് മാട്രിക്സ് ടെക്നോളജീൻ്റെ അവിടെ നമുക്ക് നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത മെസ്സേജൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് അവിടെ കാണാനും പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇത് വേണ്ട ഫോണുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നത്തിങ്ങിൻ്റെ ഫോൺ 3, പിന്നെ ഫോൺ 3A 3A Pro ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യും. നത്തിങ്ങിൻ്റെ 2A Proയിലും ഒക്കെ വർക്ക് ചെയ്യും. പക്ഷെ ഇതിന് വേണ്ട ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ്ങിൻ്റെ OSൻ്റെ 4.0 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ അത് പോരാണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ CMF ഫോൺ 1ഉം ഫോൺ 2 Pro ഉണ്ടെങ്കിലും ഈ ഒരു പ്രോംപ്റ്റ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് സ്വന്തമായിട്ട് ഇനി പ്രോംപ്റ്റിൽ കൂടെ നമുക്ക് AI ജനറേറ്റ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ വരെ ഉണ്ടാക്കാവുന്ന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ മാറാൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ ഒരുപാട് ജെമിനി വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ പ്രോംപ്റ്റ് വെച്ചിട്ട് അവരുടെ ഫോട്ടോസും അവരുടെ ഇമേജസും ഒക്കെ അവർ പ്രോംപ്റ്റ് ചെയ്തിട്ട് ഡെവലപ്മെൻറ്റ് വരെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പ് എന്ന് പറയണത് ഇച്ചിരി നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാതും ഒരു AIൻ്റെ ഒരു കാലഘട്ടമാണ് മക്കളെ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക ഈ ഒരു പ്രോംപ്റ്റ്. അപ്പോൾ ഈ പ്രോംപ്റ്റിൻ്റെ വീഡിയോ ഞാൻ അതിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പോയിട്ട് കാണാട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് ട്രൈ ചെയ്യാമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭിപ്രായപ്പെടാനുള്ളത്. കാലഘട്ടത്തിൻ്റെ ഒരു പോക്കെ ഒന്നും പറയാനില്ല മക്കളെ, വേറെ ലെവല് തന്നെ. ലാസ്റ്റത്തെ ടെക് ന്യൂസിലേക്ക് കിടക്കാം. ലാസ്റ്റത്തെ ടെക് ന്യൂസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടെയാണ് പറയാനുള്ളത്. നമ്മുടെ ഇൻസ്റ്റയുടെ ഒരു ഇൻസ്റ്റ 360ൻ്റെ ഒരു DJI പോക്കറ്റില്ലേ, അതേപോലെ തന്നെ ഒരു ക്യാമറ ഇറക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ലൈവ് ഈവൻറ്റും കാര്യങ്ങളും ഈ ആഴ്ചയിലാണ് നടന്നത്. അതിൻ്റെ പേര് അവരിട്ടിരിക്കുന്നത് ലൂണ എന്നാണ് അതിൻ്റെ പേര്. ഇതിൽ 2 ക്യാമറകളാണ് ഇതിൽ വരാൻ പോകുന്നത്. ബാക്കിയുള്ള സ്പെക്കും കാര്യങ്ങളൊന്നും അവർ ഇതുവരെയായിട്ട് നമുക്ക് റിവീൽ ചെയ്തിട്ടില്ല. ഇത് 8Kയിലാണോ വർക്ക് ചെയ്യുന്നത്, 4Kയിലാണോ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് DJIക്ക് ഒരു വെല്ലുവിളിയായിട്ട് മാറുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓസ്മോ പോക്കറ്റ് 4 ഇപ്പം എന്തായാലും ഇറങ്ങും, ഈ വർഷം ഇറങ്ങുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ അതിനെക്കാട്ടൊരു കോമ്പറ്റീഷനായിട്ട് മാറും ഇൻസ്റ്റ 360 ലൂണ, അതും വിത്ത് 2 ക്യാമറ. ഇനി ഇതിൻ്റെ സ്റ്റെബിലൈസേഷനും ഫീച്ചേഴ്സും ഒക്കെ ഞാൻ വെയിറ്റ് ആൻഡ് സീ, ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം എന്തായിരിക്കും ഈ ഒരു മുതൽ എന്നുള്ളത്. അപ്പോൾ ഓസ്മോ പോക്കറ്റ് 3 എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, കാരണം അത് ഡിസ്കണ്ടിന്യൂഡ് ആയി, കാരണം ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക്. പിന്നെ ഓസ്മോ പോക്കറ്റ് 4 ഇറങ്ങുകയാണല്ലോ, അതുകൊണ്ട് അവരത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇനി ഓസ്മോ പോക്കറ്റ് 4 വരട്ടെ. 4ൽ എന്തായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ഷംസി ഫോർ ടെക് ചാനലിൽ. അത് പോരാണ്ട് ഇനി ഇൻസ്റ്റയുടെ 360 ലൂണ ഉണ്ടല്ലോ, അതിൻ്റെ സ്പെക്സും കാര്യങ്ങളും ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോണം. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ എല്ലാ ടെക് ചാനലുകളിലും പറയേണ്ട ഒരു കാര്യമാണ്, എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താൻ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഏകദേശം ഒരാഴ്ചയായി വീഡിയോ ഇട്ടിട്ട് ഒരു ഫ്ലോപ്പ് കിട്ടണില്ല, കാരണം പല തിരക്ക് കാരണത്താലും മടി കാരണത്താലൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്, പിന്നെ റെക്കോർഡ് ചെയ്യാനും പറ്റാത്തത്. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ക്ഷമിക്കുക. ഇനി അടുത്ത ആഴ്ച മുതൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അതുവരെയൊക്കെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.